നോക്കൂ നിങ്ങള്, ഇബ്നു തൈമിയ്യ പറയുന്ന കറാമത്താണ്. ഇനി കേട്ടോ, ചത്തേ ചാകത്തിന് ജീവനിടിച്ചോവർ ചാകും കീലശത്തെ നന്നാക്കി വിട്ടോവർ. അല്ലേ? മുഹയ്യിദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു മരിച്ച ആളെ ഹയാത്താക്കി, അല്ലെങ്കിൽ മരിച്ചൊരു കോഴീനെ ഹയാത്താക്കി എന്നൊക്കെ പറഞ്ഞ് ചരിത്രം ഉണ്ടല്ലോ. അപ്പോ മരിച്ച് അല്ലാഹ്ക്കല്ലാതെ ആർക്കും കഴിയില്ല മരിച്ചവർ ഹയാത്താക്കാൻ എന്നൊക്കെ പറഞ്ഞ് കളിയാക്കും. എന്നാ കേട്ടോ, സീലത്ത് ഇബ്നു അശ്യം റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം. ഇബ്നു തൈമിയ്യ മാത ഫറസുഹു വഹുവ ഫിൽ ഗസ്വി. സീലത്ത് ഇബ്നു അശ്യം റളിയല്ലാഹു അൻഹു ഒരു യുദ്ധത്തിന് പോകുമ്പോ ആ പോകുന്ന അദ്ദേഹം പോയിരുന്ന വാഹനം കുതിര പാതി വഴിക്ക് ചത്തുപോയി. കുതിര ചത്തു. ഫഖാല സീലത്ത് ഇബ്നു അശ്യം റളിയല്ലാഹു അൻഹു ഒറ്റ ദുആ അല്ലാഹുവിനോട് ഒരു പറച്ചിൽ, അല്ലാഹുമ്മ ലാ തജ്അൽ ലിമഖ്ലൂഖിൻ അലയ്യ മിന്നാ. അല്ലാഹുവിനോട് ദുആയിരുന്നു. ഫഅഹ്യാ ലഹു ഫറസഹു. അല്ലാഹു ഉടനെ ആ മരിച്ചു കിടക്കുന്ന ചത്തു കിടക്കുന്ന കുതിരയെ അല്ലാഹു ഹയാത്താക്കി കൊടുത്തു. ഫലമ്മാ വസല ഇലാ ബൈതി, മരിച്ച കുതിര ഹയാത്താകുകയാണ്. അങ്ങനെ വീട്ടിലേക്ക് യുദ്ധം കഴിഞ്ഞ് മഹാനവറുകൾ എത്തി. ഖാല, മകനെ വിളിച്ചുകൊണ്ട് സീലത്ത് ഇബ്നു അശ്യം റളിയല്ലാഹു അൻഹു പറഞ്ഞു, യാ ബുനയ്യ, മോനെ, ഖുദ് സൂറജൽ ഫർസ്, ആ കുതിരന്റെ മീത്തെ വിരിച്ച വസ്ത്രമൊക്കെ ഉണ്ടല്ലോ അതിനൊക്കെ എടുത്തോ പറഞ്ഞു. ഫഇന്നഹു ആരിയ, ആ കുതിര ഞങ്ങളതല്ല, അല്ലാഹുവിൽ നിന്ന് വായ്പ വാങ്ങിയ കുതിരയാ, പടച്ചവനിൽ നിന്ന് വായ്പ വാങ്ങിയ കുതിരയാ, അവന് കൊടുക്കണം. ആ വസ്ത്രം എടുത്ത ഉടനെ തന്നെ കുതിര ചത്തുപോയി വീണ്ടും. അപ്പൊ മരണപ്പെട്ടു പോയ ഒരു കുതിര സീലത്ത് ഇബ്നു അശ്യം റളിയല്ലാഹു അൻഹു അല്ലാഹുവിനോട് ദുആയിരുന്നു, ഹയാത്താക്കുന്നു. മുഹയ്യിദ്ദീൻ ശൈഖ് പറഞ്ഞാലോ, അത് ശിർക്ക്, അത് മായാവി കഥ, അത് ഡിങ്കന്റെ കഥ. എത്ര സംഭവങ്ങളാണ് ഇതിലുള്ളത്. സുബ്ഹാനല്ലാഹ്, 100 നൂറുകണക്കിന്. മറ്റൊന്ന് കാണാം, ഇബ്രാഹിം തൈമി റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം. അദ്ദേഹം യുഖീമു ശഹ്റ വശഹ്റൈനി ലാ യഅകുലു ശൈഅ, ചിലപ്പോ 2 മാസം വരെ ഒരു ഭക്ഷണം കഴിക്കാതെ ഇബ്രാഹിം തൈമി റളിയല്ലാഹു അൻഹു ജീവിക്കും. ഗോതമ്പല്ല, അരിയല്ല, ഒരു കൊട്ടയില് ഒരു തൊട്ടയില് കുറച്ച് മണൽത്തരികളാക്കി മഹാനായ ഇബ്രാഹിം തൈമി റളിയല്ലാഹു അൻഹു വീട്ടിൽ വന്നു. വീട്ടിലൊന്ന് തുറന്നു നോക്കുമ്പോ നല്ല നമ്പർ 1 ചുവന്ന ഗോതമ്പായിട്ടുണ്ട്. ഏത്? മണൽത്തരികള് പൊയ്യ. വീട്ടിലെത്തിയപ്പോ ഗോതമ്പ. സുബ്ഹാനല്ലാഹ്, ഇതെങ്കാലും ഞങ്ങള് ഏതെങ്കിലും ഔലിയാക്കളെ പറ്റി പറഞ്ഞാലോ പരിഹസിക്കല്ലേ ചെയ്യുന്നത്. ഇത് ആരാ എഴുതിയത്? വഹാബികളെ നേതാവ് ഇബ്നു തൈമിയ്യ. ഇബ്നു തൈമിയ്യ ഒരു കാര്യം പറഞ്ഞാൽ അത് തെറ്റാണെന്ന് പറഞ്ഞാൽ ഖുർആനെതിരെയാണ്, ഖുർആൻ തെറ്റ് എന്ന് പറഞ്ഞതുപോലെയാണ് വഹാബികൾ പറയുന്നത്. ഇബ്നു തൈമിയ്യ ഒരു കാര്യം പറഞ്ഞു അത് തെറ്റാണെന്ന് പറയുകയാണെങ്കിൽ ഖുർആൻ തെറ്റാണ് എന്ന് പറയുന്നതിനോട് സമാനമാണ്. അത്രത്തോളം ഇബ്നു തൈമിയ്യനെ ബഹുമാനിക്കുന്ന ആളുകളാണ് സലഫികള്. ആ സലഫികളുടെ നേതാവ് ഇബ്നു തൈമിയ്യയുടെ ഗ്രന്ഥത്തിലാ ഉള്ളത്. ഇനിയും ധാരാളം ഉണ്ട്, ഞാനിപ്പോൾ അത് വായിക്കുന്നില്ല. അപ്പോ ഇങ്ങനെയുള്ള കറാമത്തുകളൊക്കെ ഔലിയാക്കൾക്കുണ്ട്. പക്ഷെ അത് അംഗീകരിക്കണമെങ്കിൽ എന്ത് വേണം? ഖൽബിൽ ഈമാൻ വേണം. ഖൽബിൽ ഈമാൻ വേണം. ഈമാനുള്ളവർക്ക് ഔലിയാക്കളെ സ്നേഹിക്കാനും ഔലിയാക്കളെ കറാമത്തുകൾ അംഗീകരിക്കാൻ സാധിക്കുകയുള്ളൂ. നിന്റെ ഖൽബിൽ നിന്ന് ഈമാൻ ഊരപ്പെട്ടിട്ടുണ്ടോ, ഒരു വലിയനോടും നിനക്ക് സ്നേഹമുണ്ടാവുകയില്ല, ഒരു വലിയന്റെ കറാമത്തും നിനക്ക് അംഗീകരിക്കാൻ കഴിയില്ല. മനസ്സിലായില്ലേ? ഇനി